വരും വർഷം മുതൽ CBSE 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് 2 പൊതുപരീക്ഷ. വിദ്യാർത്ഥികൾക്ക് ഒരു തവണയോ 2 തവണയോ പരീക്ഷ എഴുതാം. 2 തവണയും പരീക്ഷ എഴുതാൻ തീരുമാനിച്ചാൽ വീണ്ടും എഴുതാൻ ആഗ്രഹിക്കാത്ത വിഷയങ്ങൾ ഒഴിവാക്കാനും സാധിക്കും. 2026 ഫെബ്രുവരി 17 മുതൽ മാർച്ച് 6 വരെയാണ് ആദ്യഘട്ട പരീക്ഷ നടക്കുന്നത്. മെയ് 5 മുതൽ 20 വരെയായി രണ്ടാം ഘട്ടവും നടക്കും. 2 ഘട്ടങ്ങളിലും പരീക്ഷാ കാലയളവ് 16 മുതൽ 18 ദിവസമായി ചുരുക്കും. നിലവിലെ 32 ദിവസം എന്ന ദൈർഘ്യമാണ് പകുതിയായി ചുരുക്കുന്നത്. 2 പരീക്ഷകൾക്കിടയിൽ 1-2 ദിവസത്തെ ഇടവേള മാത്രമേ ഇനി ലഭിക്കൂ. നിലവിൽ 5 അല്ലെങ്കിൽ 10 ദിവസം വരെ ഇടവേള ലഭിക്കാറുണ്ടായിരുന്നു. 2 ഘട്ടങ്ങളിലെ പരീക്ഷാഫലവും ഘട്ടം ഘട്ടമായാണ് പുറത്തുവരിക. ആദ്യഘട്ട പരീക്ഷാഫലം ഏപ്രിൽ 20-നും രണ്ടാം ഘട്ടം ജൂൺ 30-നും പ്രഖ്യാപിക്കും. രണ്ടാം ഘട്ട പരീക്ഷ എഴുതുന്നത് എല്ലാവർക്കും നിർബന്ധമില്ല. ഫലം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം എഴുതിയാൽ മതിയാകും. ആദ്യഘട്ട പരീക്ഷയിൽ 5 വിഷയങ്ങളിൽ വരെ പരാജയപ്പെടുന്നവർക്ക് ഇംപ്രൂവ്മെന്റ് വിഭാഗത്തിൽ രണ്ടാം ഘട്ടത്തിൽ പരീക്ഷ എഴുതാം. എന്നാൽ ബോർഡ് പരീക്ഷയിൽ ജയിക്കാത്തവർക്ക് പ്രത്യേകം സപ്ലിമെന്ററി പരീക്ഷകൾ ഉണ്ടാകില്ല. 2 പരീക്ഷകളും എഴുതാൻ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവസാന മാർക്ക് ഷീറ്റിൽ മികച്ച സ്കോർ തന്നെ ലഭിക്കും. എന്നാൽ രണ്ടാം ഘട്ടം മാത്രം എഴുതുന്നവർക്ക് ഇംപ്രൂവ്മെന്റിന് അവസരമില്ല. ഇവർക്ക് അടുത്ത വർഷത്തെ ആദ്യഘട്ട പരീക്ഷ എഴുതാനുള്ള അവസരമാവും ലഭിക്കുക. അപ്പോഴും സിലബസ് മാറ്റങ്ങൾ വിദ്യാർത്ഥികളെ ബാധകമാകും. സ്പോർട്സ് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു ഘട്ടം പരീക്ഷ എഴുതണം. പ്രത്യേക പരീക്ഷ അവർക്കുണ്ടാകില്ല. 2026 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ സെപ്റ്റംബറോടെ പൂർത്തിയാകും. ആദ്യ പരീക്ഷ എഴുതണോ, രണ്ടും എഴുതണോ, അതോ രണ്ടാമത്തെ പരീക്ഷ മാത്രം എഴുതണോ എന്ന് വിദ്യാർത്ഥികൾ ഈ ഘട്ടത്തിൽ മറുപടി നൽകണം. സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ്, ഹിന്ദി, ഇംഗ്ലീഷ് എന്നിവയൊഴികെയുള്ള വിഷയങ്ങൾ 2 ഗ്രൂപ്പുകളായി തിരിക്കും. മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളും വിദേശ ഭാഷകളുമാണ് ആദ്യ ഗ്രൂപ്പിൽ ഉൾപ്പെടുക. ഇവ ഒരേ ദിവസമാകും നടത്തുന്നത്. ഭാഷേതര പേപ്പറുകൾ 2ാം ഗ്രൂപ്പിൽ വരും. ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഒരേ പേപ്പർ തന്നെ 2-3 ദിവസങ്ങളായും പരീക്ഷ നടത്തും. ഓരോ വിദ്യാർത്ഥിക്കും ഏത് ദിവസം നൽകണമെന്ന് CBSE തീരുമാനിക്കും. പരീക്ഷയ്ക്ക് ശേഷം ചോദ്യക്കടലാസ് തിരികെ വാങ്ങുന്ന രീതിയിലാവും പരീക്ഷ നടത്തുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.